സുഹൃത്തുക്കളെ, നമ്മൾ പുതിയൊരു വാഹനം എടുത്തു, ഒരു വണ്ടി. ഇത് ബിഗോസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വണ്ടി കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു VG എന്നുള്ളൊരു എംബ്ലമുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. നല്ലൊരു കാണാൻ ഭംഗിയുള്ള, ഏകദേശം നമ്മളൊരു ആക്സസിൻ്റെ ഒക്കെ ഒരു ലുക്കുള്ള വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് ആയിട്ടില്ല, ഞാൻ നമ്പർ എടുത്തുകൊണ്ട് വന്നതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇത് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതില്ലേ, ഇതിവിടെയാണ് ഇതിൻ്റെ പിന്നെ ചാർജിങ് പോയിൻ്റ് വരുന്നത്. വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമൽ പവർ പ്ലഗ് ഒന്നും വേണമെന്നില്ല, നമ്മളെ നോർമൽ പ്ലഗിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഡിക്ക് സ്പേസ് നല്ല, ഈ ബാറ്ററി ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു ഹെൽമെറ്റ് വെച്ച് ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള സ്പേസ്, ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസാണിത്. പിന്നെ അത്യാവശ്യം ഹെൽമെറ്റ് മാറ്റിക്കണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു വണ്ടി. ഞാൻ വണ്ടി എടുത്തപ്പോൾ അവരെനിക്ക് ഇതിൻ്റെ ഈ ഗ്രില്ലും അതുപോലെ ഫുഡ് റെസ്റ്റ്, ലേഡീസ് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, മാറ്റ് എല്ലാം എനിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നാണ്. 2 ഹെൽമെറ്റും അവർ തന്നിട്ടുണ്ട്. 2 ഹെൽമെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റ് തന്നെ. ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാർജിലിട്ടിരിക്കുകയാണ്. അപ്പോൾ 80% ആയി. 80% ഇത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 87 കിലോമീറ്റർ യാത്ര ചെയ്യും, ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിന്നെ 100-110 കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടും. അവർ കമ്പനി 127 കിലോമീറ്റർ അങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 110 കിലോമീറ്റർ ഒക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഓടിച്ചിട്ടും നല്ല കംഫർട്ടബിളാണ് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. ഏകദേശം വണ്ടി ഒരു പെട്രോൾ വണ്ടി പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇത് സൈലൻസറൊക്കെ ഉള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടിയാൻ തോന്നാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഓൾറെഡി വണ്ടിക്ക് അതില്ലെങ്കിൽ ഒരു കാണാൻ ലുക്കില്ലല്ലോ, അതിന് വേണ്ടി ഒരു ഇതിൽ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു കവർ ഇങ്ങനെ വെച്ചതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടിയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, ചാനൽ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.